തെരുവുനായ കേസിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. ABC ചട്ടം കർശനമായി നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾ തയ്യാറാകുന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. തെരുവുനായ കടിച്ച് ആരെങ്കിലും മരിച്ചാൽ വലിയ തുക നഷ്ടപരിഹാരമായി നൽകേണ്ടിവരുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. അപകടകാരികളായ നായ്ക്കളെ നേരിടാൻ പദ്ധതി എന്തെന്നറിയിക്കാനും കോടതി സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു. മൃഗസ്നേഹികൾക്കെതിരെയും കോടതി കടുത്ത വിമർശനമാണ് ഉയർത്തിയത്. അപകടകാരികളായ നായ്ക്കളെ തെരുവിൽ വളർത്താതെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി വളർത്തിക്കൂടെ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. PR സുനിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. PR സുനിൽ, രൂക്ഷ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്, ഒപ്പം നിർദ്ദേശങ്ങൾ അടക്കമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇന്ന് കോടതിയിൽ ഉണ്ടായത്? ശ്രുതി, ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഇന്ന് കേസ് പരിഗണിച്ചത്. ശ്രുതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നേരെ വലിയ വിമർശനമാണ് ഇന്ന് സുപ്രീം കോടതി നടത്തിയത്. പ്രത്യേകിച്ച് ഈ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള ABC ചട്ടം കർശനമായി നടപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ ഇടപെടൽ കോടതി നടത്തും എന്ന മുന്നറിയിപ്പ് കൂടി ഇന്ന് സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ തെരുവുനായ കടിച്ച് ആരെങ്കിലും മരണപ്പെട്ടാൽ കനത്ത നഷ്ടപരിഹാരം ഈ സർക്കാരുകൾ നൽകേണ്ടി വരും. അതിനായുള്ള ഉത്തരവ് പുറപ്പെടുവിക്കും എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ന് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ തെരുവുനായ്ക്കളെ മൃഗസ്നേഹികൾക്കെതിരെയും വലിയ വിമർശനം ഇന്ന് സുപ്രീം കോടതി ഉയർത്തിയിട്ടുണ്ട്. തെരുവിൽ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്ന ഇവർ ഒരിക്കലും ഈ തെരുവുനായ്ക്കൾ കടിച്ച് 9 വയസ്സും 10 വയസ്സും പ്രായമുള്ള കുട്ടികൾക്കൊക്കെ തന്നെ ഗുരുതരമായി പരിക്കേൽക്കുമ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഉണ്ടാകുന്നില്ല എന്നുകൂടി സുപ്രീം കോടതി പറഞ്ഞു. അങ്ങനെ വലിയ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തെരുവുനായ്ക്കളെ ഏറ്റെടുത്ത് അവരുടെ സ്വന്തം വീടുകളിൽ കൊണ്ട് വളർത്തണം എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകണം. എന്താണ് തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാനുള്ള പദ്ധതി എന്ന കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിയിക്കണം എന്നുകൂടി സുപ്രീം കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേസ് ജനുവരി 20-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. വ്യക്തമാണ്. PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.